ഹായ് ഫ്രണ്ട്സ്, ജി എസ് വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്കും 3 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാസത്തിൽ. അപ്പോൾ ആർത്തവ സമയത്താണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് നല്ല ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളോട് അതിൻ്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചിട്ട് വരാം അല്ലേ. വായോ. ക്യാച്ച് ക്ലാസ്സുകൾ, എക്സ്ട്രാ സ്പെഷ്യൽ ക്ലാസ്സുകളായിട്ട് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി പഠനത്തിന് കുറച്ചും കൂടി ഒരു പ്രോത്സാഹനം നൽകുമോ? എങ്ങനെയാ? വളരെ ഉപകാരമായിരിക്കും. അങ്ങനത്തെ ക്ലാസ്സുകളും നന്നായിട്ട് കുറച്ചും കൂടി റിവൈസ് ചെയ്ത് ഒരുപാട് പഠിക്കാനായിട്ട് പറ്റും. നല്ലതാ. അറ്റൻഡൻസ് പോകത്തില്ലല്ലോ പിള്ളേരുടെ, അത് നല്ലതാ. അറ്റൻഡൻസ് പോകാണ്ട് ഇരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്കവിടെ അങ്ങനെ ലീവില്ല. പക്ഷെ ഇത് കൊള്ളാം. ഇതേപോലെ ഇനി അവരും ഇതേപോലെ തുടങ്ങട്ടെ എന്നാണ് ഞാൻ പറയണേ. കൊള്ളാം, നല്ലതാണ്. നല്ലതാണ്. പ്രത്യേകിച്ച് കോളേജ് ടൈമിൽ നല്ല ട്രാവലാണ്. ഞങ്ങൾ സിറ്റിക്ക് അത് നല്ല ഒരു അകത്തിരിക്കുന്ന സാധനമാണ്. അല്ല, അത് നല്ലതാണ്. എക്സാം ടൈമും അതല്ലാതെ അവർ ലീവ് തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. ആ ടൈമിലൊക്കെ തോന്നും 3 ദിവസം അവധി തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നും. ഇപ്പൊ എന്ത് തോന്നുന്നു? എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പീരിയഡ്സ് ടൈം. ചിലവർക്ക് ക്രാംസ് ഒക്കെ കൂടുതലായിരിക്കും, ചിലവർക്ക് ബിയറബിൾ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇപ്പം കൂടുതലായിരിക്കുന്ന ആൾക്കാർക്ക് അവധിയൊക്കെ കിട്ടുമ്പോൾ ഇറ്റ് വിൽ ബി ബെനിഫിറ്റ് ഫോർ ദം. വളരെ നല്ലൊരു നയമാണ്. ഞങ്ങൾ പഠിച്ച സമയത്ത് ഇതുപോലെ ഭയങ്കര പെയിനും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ലീവ് എടുത്താണ് ഇരിക്കുന്നത്. ഇപ്പം ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലതാണ്. അറ്റൻഡൻസ് കിട്ടും, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ വന്നതിന് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരുടെയും അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യം. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ ഒരു അക്കാദമിക് വേദന സഹിച്ച് പോയിട്ടുണ്ട്. അവിടെ നിന്ന് പോയി ട്രിപ്പ് ഇട്ട് കിടന്നിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോസ്. എനിക്കും ഇഷ്ടമായി. അഭിപ്രായങ്ങൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കും ഇത് ഈ സമയത്തൊക്കെ, അല്ലെങ്കിൽ വേദനകരമായിട്ടും പിന്നെ ആ ഒരു കാരണാർത്ഥവും കൂടുതലുള്ള കുട്ടികളുണ്ടാവും, കുറച്ചുള്ള കുട്ടികളുണ്ടാവും, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിയമത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വരികയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കും മാത്രമല്ലല്ലോ ഇത്, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇതൊരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് 1-2 ടീച്ചേഴ്സിനെ അറിയാം. ഈ ഒരു ആർത്തവ സമയത്ത് നല്ലതുപോലെ പെയിൻ കൊണ്ടും ഈ ഒരു കാര്യങ്ങളായിട്ട് നല്ലപോലെ വേദനിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വേദന ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്ത അളവിന് സ്വന്തമായിട്ട് ലീവ് എടുത്തിരിക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ എനിക്കറിയാം. 1-2 ടീച്ചേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ അവർക്കും ഈ ഒരു അവധി, അവർക്കും ഈ ഒരു നമുക്കിപ്പോൾ കുട്ടികൾക്ക് അറ്റൻഡൻസ് ഇടുമല്ലോ ഈ ഒരു 3 ദിവസവും ആർത്തവ സമയത്തുള്ള അറ്റൻഡൻസ്. അപ്പോൾ ടീച്ചേഴ്സിനും ആ ഒരു അറ്റൻഡൻസ് കൊടുക്കുവാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും പഠിപ്പിക്കുന്നവരല്ലേ. നമ്മുടെ കുട്ടികളെ വന്ന് നിന്ന് പഠിപ്പിക്കുമ്പോഴും എടുക്കുമ്പോഴും അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ മൈൻഡെല്ലാം ഓക്കെയായി നിന്ന് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്കും മനസ്സിലാവും, പഠിപ്പിക്കുന്ന അവർക്കും ഒരു തൃപ്തികരമാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇനി അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുക. അതോടൊപ്പം പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്ത് വീഡിയോസിലൊക്കെ കമൻ്റ് ഇട്ട് കൂടെ പോരുക. ഓക്കെ, ബൈ.